രാവിലെ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ കൂടെ രണ്ടും എണീറ്റേക്കുന്നത്. അങ്ങനെ വെക്കേഷനൊക്കെ ആയപ്പോഴത്തേക്കും കുറേ നേരം കിടന്നുറങ്ങുന്നതാണ്. പക്ഷേ കുരുത്തക്കേട് കാണിക്കാനാണ് രാവിലെ എണീക്കുന്നത്. അങ്ങനെ രാവിലെ ഞാൻ വന്ന് കതവൊക്കെ തുറന്നപ്പോഴത്തേക്കും വെട്ടമൊക്കെ നല്ല വെളിച്ചമൊക്കെ വന്ന് അത്യാവശ്യം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എന്നാലും കുറേ ഞാൻ 9:30 മണിയൊന്നും ആയിട്ടില്ല. അതിലും നേരത്തെയൊക്കെ ഞാൻ എണീറ്റ് അങ്ങനെ മോൻ്റെ ബാഗൊക്കെ പഠിച്ചതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഇരുന്ന് അങ്ങനെ അവനാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മെത്തയിലും ഉള്ളുന്നുണ്ട്. ഞാൻ കൊണ്ട് വെയിലത്ത് കൊണ്ട് നമുക്ക് ബെഡൊക്കെ എപ്പോഴും വിരിച്ചിടേണ്ടി വരും. എപ്പോഴും ഒന്നും മുള്ളാറില്ല, ഇടയ്ക്കൊക്കെ ഇതവൻ കേട്ട് കഴിഞ്ഞാൽ എന്നെ കുനിച്ച് നിർത്തി ഇടിക്കും എൻ്റെ പൊന്നെ. അങ്ങനെ ഞാൻ അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് മടി. ഞാൻ വിചാരിച്ചു ചേട്ടൻ്റെ അടുത്ത് പതുക്കെ പോയി പറയാം, എന്തേലും ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് നല്ല ദോശ അങ്ങനെ മേടിക്കാൻ അങ്ങനെ ചെന്ന് പറഞ്ഞത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ചേട്ടൻ പറഞ്ഞു ഇവിടെ അങ്ങ് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എൻ്റെ മൂഡ് ഓഫ്. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തൊക്കെയായാലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ചേട്ടനാണെങ്കിൽ ദോശമാവ് മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറി പോവാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് പോവണ്ട, ഞാൻ മേടിച്ചുകൊണ്ട് വരാം, ദോശമാവ് മേടിച്ചുകൊണ്ട് തന്നെ ദോശ ചുട്ടാൽ മതി എന്ന് പറഞ്ഞ്. അങ്ങനെ അതിൻ്റെ ദേഷ്യത്തിന് ഞാൻ ഉള്ള ഉഴുന്നും പച്ചരിയും എല്ലാം എടുത്ത് വെള്ളത്തിൽ ഇട്ട്. ഉഴുന്നൊക്കെ ആകുമ്പോൾ കുറേ വെള്ളത്തിൽ നിങ്ങൾ കഴുകുമെന്ന് എനിക്കറിയില്ല, ഞാൻ കുറേ വെള്ളത്തിൽ കഴുകും. അമ്മായിയമ്മ എപ്പോഴും വഴക്ക് പറയും കേട്ടോ. അമ്മായിയമ്മ പറയുന്നതെന്ന് വെച്ചാൽ കുറേ വെള്ളത്തിൽ ഉഴുന്ന് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ പശപ്പ് പോകുമെന്നാണ്. എനിക്കതറിയാൻ വയ്യ. പക്ഷേ ഓരോ പ്രാവശ്യം കഴുകും തോറും അതിൻ്റെ ഇങ്ങനെ അഴുക്കിങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെയും ഓരോ വെള്ളത്തിൽ ഇങ്ങനെ കഴുകിക്കൊണ്ടേയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ചേട്ടൻ പുറത്ത് ചിക്കനോ ബീഫോ എന്തോ ആണെന്നറിയാൻ വയ്യ, ബീഫെന്നാണ് പറഞ്ഞത്, ബീഫ് മേടിക്കാനായിട്ട് പോയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് തലേന്നത്തെ കറി ഉണ്ടായിരുന്നു, അത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആ അടുപ്പിൽ തന്നെ നമുക്ക് മറ്റേ ചോറും കൂടെ വെക്കാമെന്ന് വെച്ച്. ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ജോലി ഒഴിഞ്ഞ്. ചോറ് വയ്ക്കുന്ന ഏറ്റവും വലിയ പരിപാടിയാണ്. അങ്ങനെ താണ്ട ഓൺലൈനിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ഒരു പിച്ചാത്തി ഉണ്ടായിരുന്നു. അതായത് വലിയ പിച്ചാത്തി. നിങ്ങൾക്ക് വിചാരിക്കും എൻ്റെ കയ്യിൽ പിച്ചാത്തി ഒന്നും ഇല്ലെന്ന്, പക്ഷേ എൻ്റെ ഈ മുട്ട പിച്ചാത്തി ഉണ്ട്. പക്ഷേ ഇത് വെച്ച് കണ്ടില്ലേ, എത്ര മുറിച്ചിട്ടും അങ്ങോട്ട് മുറിയുന്നില്ല. ഇത് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇത് കണ്ട ഉടനെ എനിക്ക് പേടിയായിരുന്നു. അപ്പോഴേ ഞാൻ ഇതെടുത്ത് മുകളിലത്തെ ഷെയ്ഡിലോട്ടിട്ട് പിന്നെ ഞാൻ കുറേ നാൾ കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞ് എടുത്തപ്പോഴാണ് ഇതൊരു തരത്തിൽ മുറിയുന്നില്ല. പക്ഷേ അന്ന് നല്ല മൂർച്ചയായിരുന്നു. എൻ്റെ കൈ വരെ മുറിഞ്ഞ്. അത് കണ്ട് പേടിച്ചിട്ടാണ് ഞാൻ അതെടുത്ത് ഷെയ്ഡി ഇട്ടത്. പക്ഷേ ഇപ്പോൾ അത് മുറിയുന്നതേ ഇല്ല. ഒരു കാര്യമില്ലായിരുന്നു ആ പിച്ചാത്തി കൊണ്ട്. പിന്നെ എന്താ ഈ മണ്ടൻ പിച്ചാത്തി കൊണ്ടാണ് ഞാൻ എല്ലാം ഉണ്ടാക്കുന്നത്. അങ്ങനെ പിന്നെ ദോശമാവൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അങ്ങനെ ദോശ ചൂടാന്ന് വെച്ച്. പിന്നെ കാടമുട്ട ഉണ്ടായിരുന്നു. കാടമുട്ട മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കാടമുട്ടയെല്ലാം പുഴുങ്ങാൻ വെച്ച്. അങ്ങനെ ഈ ബീഫ് മേടിച്ചുകൊണ്ട് വന്ന് ഞാൻ അപ്പോഴേക്കും വെള്ളത്തിൽ ഇടും കേട്ടോ. വെള്ളത്തിൽ ഇടുമ്പോഴത്തേക്കും അതിനകത്തുള്ള അഴുക്കും ബ്ലഡും എല്ലാം പോയി കിടക്കും. അപ്പോൾ കുറേ വെള്ളത്തിയിട്ട് കഴുകുമ്പോഴത്തേക്കും നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും. അപ്പോൾ എന്തൊരു ചിക്കനോ ബീഫോ മട്ടനോ മേടിച്ചുകൊണ്ട് വന്നാലും ഞാൻ ആദ്യം തന്നെ അത് വെള്ളത്തിൽ അങ്ങോട്ട് ഇടും. അങ്ങനെ പിന്നെ ദോശമാവൊക്കെ കലക്കുമ്പോഴേ എനിക്കറിയാം ഇത് ദോശയൊന്നും ചേട്ടൻ കഴിക്കാനില്ല. ചേട്ടനാണെങ്കിൽ ബീഫോ മട്ടനോ ചിക്കനോ ഒക്കെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേട്ടൻ അത് വേവുന്നവരെ വെയിറ്റ് ചെയ്യും. ചീനീകൂരുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, വെന്തോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ജോലി ഒതുക്കാനായിട്ട് പോയി. ഈ ദോശ ഞാൻ 3 ചുട്ടോളൂ. കുറേ ചുട്ട് വെച്ചിരുന്നാലും വെറുതെയാണ്, ചേട്ടൻ കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വേഗം ചിക്കനല്ല ബീഫ് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ ഞെക്കി പിഴിഞ്ഞ് നമ്മൾ ആ കുക്കറിനകത്തോട്ട് ഇടുന്നുണ്ട്. അത് കുഞ്ഞു കുക്കറാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ആവി ഇടയ്ക്ക് പോകും കേട്ടോ. എന്തൊക്കെയായാലും അന്ന് ചെയ്ത ദിവസം പോയില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ ഇടയ്ക്കൂടെ ആവി പോയി കഴിഞ്ഞാൽ പിന്നെ മെനക്കേടാണ്. പിന്നെ വേറെ കുക്കറിനകത്തോട്ട് മാറ്റണം. 2 കുക്കറേ ഉള്ളൂ. ഒന്ന് ചോറ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരെണ്ണത്തിനകത്ത് നമുക്ക് ഈ ബീഫും കൂടെ വേവിക്കണം. അങ്ങനെ ബീഫിനകത്ത് ഞാൻ ഒരു 7-8 വിസിൽ കേൾപ്പിക്കും കേട്ടോ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. 7-8 വിസിൽ കേൾപ്പിക്കുമ്പോഴത്തേക്ക് നല്ലപോലെ വേവും. വേവുന്ന ബീഫാണെങ്കിൽ നല്ലപോലെ വേവും, അല്ലെങ്കിൽ കല്ലൻ ബീഫായിരിക്കും, അത് വേവത്തെയൊന്നുമില്ല. എത്ര വേവിച്ചാലും അത് വേവത്തില്ല ചില ബീഫ്. ഇതെന്തൊക്കെയാലും 7-8 വിസിലായപ്പോഴത്തേക്ക് നല്ലപോലെ വെന്ത് അതിനകത്ത് ഉപ്പ്, മുളക് പൊടി, ഗരം മസാല അതൊക്കെ ഇട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ പുരട്ടി വെക്കുമ്പോഴത്തേക്കും അതിനകത്ത് നല്ലപോലെ ഈ അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഈ ഉപ്പ് മാത്രമായിട്ട് നമ്മൾ ബീഫ് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരപ്പൊന്നും പിടിക്കത്തില്ല. പിന്നെ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ അറിയാവുന്നവർ എന്നെ ഇപ്പോൾ ചീത്ത വിളിക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെ നീ പറഞ്ഞിട്ട് വേണം അറിയണം. എന്നാലും എനിക്ക് പറയാവുന്നത് ഞാൻ പറഞ്ഞു തരികയാണ്. ചിലവർക്ക് ഇതൊന്നും അറിയാത്തവരും ഉണ്ട്, അറിയുന്നവർ ഇതിൽ കൂടുതൽ അറിയുന്നവരും ഉണ്ട്. ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ ചില കമൻറ്റൊക്കെ വരാറുണ്ട്, ഇത് അങ്ങനെയല്ല ഇതിങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വരാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അവർ നമുക്കത് തിരുത്തി തരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ല സന്തോഷം തോന്നാറുണ്ട്. ഇനി സവാള അരിയുമ്പോൾ എനിക്ക് വലുതായിട്ട് കുഴപ്പമില്ല. പക്ഷേ കൊച്ചുള്ളി അരിഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി സീനാണ്. ഈ കൊച്ചുള്ളി എത്രത്തോളം നമ്മൾ കറിക്ക് ഇടുന്നു അത്രത്തോളം കറിക്ക് ടേസ്റ്റ് കൂടും. അതെനിക്ക് നല്ല അനുഭവമുള്ളതാണ്. ഞാൻ ചില കറിക്ക് കുഞ്ഞു നമ്മളെ ചുവന്നുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഇങ്ങനെ അരിയാനായിട്ട് എടുക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര മടിയായിരിക്കും. പക്ഷേ വലിയ ചുവന്നുള്ളിയൊക്കെ ആകുമ്പോൾ വേഗം നമുക്ക് അരിഞ്ഞും അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. ആ കുഞ്ഞു ചുവന്നുള്ളിയൊക്കെ ആണെങ്കിൽ ഞാൻ കഴിവതും സവാള ഇട്ട് വേവിക്കാനേ നോക്കത്തുള്ളൂ. ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് ആ സമയത്ത് തന്നെ ഞാൻ വിചാരിച്ച് അതിൻ്റോടൊപ്പം
നമ്മൾ ചീനിയും കൂടെ തൊലി കളഞ്ഞെടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ചീനിയും അപ്പുറത്ത് അടുപ്പിലോട്ട് വെക്കാം. നമ്മൾ ചട്ടിക്കകത്ത് ഈ സവാള വഴറ്റുന്ന സമയം കൊണ്ട് ചീനിയും കൂടെ അരിയാം. അപ്പോൾ അത് അടച്ചു വയ്ക്കും. ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇട്ട് ഇളക്കി ഇങ്ങനെ കൊടുക്കത്തില്ല. നമ്മൾ ഈ സവാള തട്ടിയിട്ടതിന് ശേഷം നമുക്ക് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് ഭയങ്കരമായിട്ട് ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. ചെറിയ ഫ്ലെയിമിനകത്ത് നമ്മൾ ഇട്ട് വയ്ക്കുമ്പോഴത്തേക്ക് അത് ആവിക്കകത്ത് കിടന്ന് നല്ലപോലെ വേവും. ആ സമയം കൊണ്ട് ഞാൻ ഈ ചീനിയൊക്കെ കുറേ വെള്ളത്തിൽ ഒരു 5-6 വെള്ളത്തിൽ ഞാൻ കഴുകും കേട്ടോ ചീനി. എന്നാലേ അതിൻ്റെ ആ ഒരു കട്ടയൊക്കെ പോത്തുള്ളൂ. അത് നല്ലപോലെ കഴുകി ഊറ്റി വാരി വെച്ചിട്ട് നമ്മൾ ആ ബീഫ് വേവിച്ച കുക്കറുണ്ടല്ലോ, മറ്റേ കുക്കറിൽ ചോറ് ഇരിക്കുന്നതുകൊണ്ട് അത് പറ്റത്തില്ല. അപ്പോൾ ബീഫ് വേവിച്ച കുക്കറിനകത്ത് ഞാൻ നല്ലപോലെ വൃത്തിയാക്കി കഴുകിയതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ ഈ ചീനി എല്ലാം കൂടെ വാരിയിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഞാൻ അതിനോടൊപ്പം തന്നെ ഇടും. പണ്ടൊന്നും ഞാൻ മഞ്ഞപ്പൊടി ഉപ്പും ഇടത്തില്ലായിരുന്നു. അമ്മ പറഞ്ഞു തന്ന് അങ്ങനെ ഇട്ട് വേവിക്കുമ്പോഴത്തേക്കും ചീനിക്കകത്ത് നല്ലപോലെ മഞ്ഞ കളറി ഇരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചീനിക്കകത്ത് അത് ചീനി അങ്ങോട്ട് അപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ച് ചീനി അപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ചില്ല. അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ചോറാണ് ഇരിക്കുന്നത്. ചോറ് കുറച്ചും കൂടെ വേവാനുണ്ട്. അത് കഴിഞ്ഞ് അത് മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് ചീനി വെക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് ഞാൻ ഇട്ടതെന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇടിക്കല്ലിൽ വെച്ച് ഇടിച്ചാണ് ഞാൻ ഇടുന്നത്. അല്ലാതെ നമ്മൾ പേസ്റ്റായിട്ട് അരച്ചിടത്തില്ല. അരച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചവിട്ടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈ മുളക് പൊടി മല്ലിപ്പൊടി എന്നൊക്കെ പറയുന്നത് വെച്ചാൽ എൻ്റെ ഒരു കണക്കാണ്. ആ കണക്ക് എനിക്ക് എങ്ങനെ പറഞ്ഞു തരണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ കൂടും, ചിലപ്പം കുറയും. കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അതിനകത്ത് ഇടാൻ പറ്റും. കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആ സമയം കൊണ്ട് തന്നെ ഞാൻ ഈ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. ഈ പാത്രങ്ങളെല്ലാം കൂടി ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് തലവേദന എടുത്ത് തലഭ്രാന്തെടുക്കും. അതുകൊണ്ട് കുറച്ച് പാത്രങ്ങൾ പറ്റുന്ന സമയം കൊണ്ട് കഴുകി അങ്ങോട്ട് മാറ്റും. പിന്നെ ഇതെല്ലാം ഞാൻ വെയിൽ കൊള്ളിച്ചിട്ട് മാത്രമേ അകത്തെടുത്ത് വെക്കാറുള്ളൂ. നനവോടൊന്നും അകത്തോട്ട് എടുത്ത് വെക്കത്തില്ല. അങ്ങനെ താണ്ട് ഇപ്പോഴാണ് ഞാൻ കുക്കറിനകത്ത് ഒരു 2 വിസിൽ കേൾപ്പിക്കും കേട്ടോ. കുറേ വിസിൽ കേൾപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമാതിരി വെന്തുടഞ്ഞ് പശപ്പ് കണക്കിരിക്കും. ഒരു 2 വിസിൽ കേൾപ്പിച്ചിട്ട് അത് ഞാൻ വെള്ളത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ചിട്ട് തുറന്ന് വിട്ടിട്ട് എടുക്കുമ്പോഴത്തേക്ക് നല്ല നമ്മൾ അടുപ്പിലൊക്കെ വേവിക്കുന്ന ചീനിയില്ല അതുപോലെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഇതിലൂടെ കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഈ ചീനിയാണെങ്കിൽ എനിക്ക് എൻ്റെ കൈയാണെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ടായിരിക്കണം എനിക്ക് നല്ലപോലെ വേവിച്ചിട്ട് ഒരു തരത്തിൽ കറക്കി എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ചേട്ടനാണ് ഇത് നല്ലപോലെയൊക്കെ ഉടച്ച് തന്നത്.